നൃത്തത്തിന്റെ ഭംഗി കാഴ്ചയുടെ വസന്തമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നു ലെറ്റ്സ് ഡാൻസ് സീസൺ 2. ഇന്നത്തെ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമുക്ക് സ്വാഗതം ചെയ്യാം a beautiful panel of judges. Please welcome Romeo Juliet, Laila Majnu, നമ്മുടെ സ്വീറ്റ് ചീഫ് ജഡ്ജായ ശാന്തി വാസ. നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസ് ഒരു ഫോക്ക് റൗണ്ട് ആയാലോ? യെസ്, പ്ലീസ് വെൽക്കം പ്രജൻ പ്രതാപ് ആൻഡ് അഞ്ജലി. പ്രജൻ, അഞ്ജലി, കളർഫുൾ ഡ്രസ് ആണ്. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് നന്നായിട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. கருவாடு ஊற வச்ச சோறு, உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி எனக்கு. உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி. ஆடை என்பது போய் 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 அது கொண்ட பொருள் மட்டும் மை மை மை. அத்தனை அழகை மையா கையில் வை 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 வை. மெய்யும் மெய்யும் கலப்பதுதான் மை 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 மை. உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட வேணுமா உமக்கு. முத்து முத்து நெத்தியில மார்புக்கு மத்தியில சேர்த்து விட தோணுதா உமக்கு. உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி. നെറ്റ് എന്താ പ്രശ്നം? അത് കുറച്ചുകൂടി മേലെടുക്ക്. കുറച്ച് കേട്ടടാ. അങ്ങനെ പിടി. அந்த முடி அட்ஜஸ்ட் பண்ணாத. இமிடியேட் கண்டாவன் உயிரெல்லதெல்லாம் உயிர் கொள்ளும்
ഒരു ലിഫ്റ്റും ചാലഞ്ചിങ് ആയിരുന്നു. ഈസി അല്ല. ഇവിടെ നിന്ന് കാണുന്നത് മാതിരി അല്ല. അത് ചെറുതായിട്ട് തെറ്റിയാലും ജഡ്ജ്മെന്റ് പോയാലും യു വിൽ ഫോൾ ഡൗൺ. ഈ പെർഫോമൻസ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കണ്ടിട്ട് ഈ ഒരു ഫയർ അതിൽ അവർക്കും വരണം. ഈ ഒരു ക്വാളിറ്റി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒരു ചാനലിലും അത്ര ഒരു ക്വാളിറ്റി പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி எனக்கு. പ്രജിൻ, അഞ്ജലി, നമുക്ക് നോക്കാം ജഡ്ജസിന് എന്താ പറയേണ്ടത്. ഞാനൊന്നും പറയുന്നില്ല. ലല മജ്നു. Hi Prajin and Anjali. ഹായ്. It was a good performance. Not so good. Was okay. പ്രജിൻ കുറേ സ്റ്റെപ്സ് താഴെ നോക്കി കളിച്ചു. ഇടയ്ക്കിടയ്ക്ക് കുറേ മിസ്സാക്കി. പിന്നെ സെക്കൻഡ് ഹാഫ് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു രണ്ടുപേരും. കുറച്ച് ആ ഒരു സിങ്ക് ഉണ്ടായില്ല. പിന്നെ അഞ്ജലിയുടെ എനർജി കുറച്ച് വീക്കായതുപോലെ തോന്നി. കുറച്ചുകൂടി ഗ്രേസ് ആയിട്ട് അഞ്ജലി കുറച്ചുകൂടെ ഗ്രേസ് ആയിട്ട് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ അഞ്ജലിയുടെ അപ്പർ ബോഡി മൂവ്മെന്റ്സ് എല്ലാം വരുന്നുണ്ട്, പെർഫെക്റ്റ് ആകുന്നുണ്ട്, സ്റ്റൈൽസ് വരുന്നുണ്ട്. പക്ഷേ ലോവർ പാർട്ട് ഭയങ്കര ക്ലാസിക്കൽ ടച്ച്. എല്ലാ ഡാൻസ് ഫോമിലും അത് തന്നെ വരുന്നുണ്ട്. പക്ഷെ അത് ചില ഡാൻസ് ഫോമിൽ അത് സ്യൂട്ട് ആകും, പക്ഷെ എല്ലാത്തിലും അത് തന്നെ വരുന്നത്. അത് കുറച്ച് എന്താ പറയുക, തിരുത്താൻ ശ്രമിക്കുക. പിന്നെ ഓവറോൾ വാസ് ഓക്കെ അല്ലേ? എങ്ങനെ ഫീൽ ചെയ്തു? പ്രജിൻ, യെസ് മാസ്റ്റർ. എടാ എന്താ അത് ഫോക്ക് സ്റ്റൈൽ പറഞ്ഞ നീ വെസ്റ്റേൺ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്. ഒരു മൂവ്മെന്റ് ചെയ്തില്ലേ, ഈ ടോള് ചെയ്തില്ലേ, ഇത് മൂവ്മെന്റ് ആണോ ഇല്ലെങ്കിൽ ഇത് മൂവ്മെന്റ് ആണോ? ആ, നീ ഇതുപോലെ ചെയ്തു. ഇതുപോലെ കുറേ മൂവ്മെന്റ്സ് ഉണ്ട്, അത് കുറച്ച് ശ്രദ്ധിക്കണം. ആൻഡ് സോങ് നല്ല സോങ് ആണ്. ഇന്ന് കുറച്ച് ബബ്ലി ആയിട്ട് നീ കുറച്ച് ഇത് കണ്ടല്ലേ, എന്താ പറയാ, ഫണ്ണി മൂവ്മെന്റ്സ് ചെയ്തില്ല. രണ്ടുപേരും കൂടെ അല്ല പ്ലേ ഒക്കെ അത് കുറച്ച് എന്നെ കൂടെ നന്നാക്കാം. അഞ്ജലി, അത് എന്താ പറയാ, നിന്റെ ഡാൻസ് കൂടെ കുറച്ച് എനർജി ലെവല് അപ്പോൾ പറഞ്ഞ് താളെ പോകണം, ദിടീർന്ന് പറഞ്ഞ് താളെ പോകണം. നിങ്ങൾ ഐ കോണ്ടാക്ട്, നിങ്ങൾ ചെറിയ മൂവ്മെന്റ് എല്ലാം ചെയ്യുമ്പോൾ അല്ല കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ആയിട്ട് ചെയ്യണം. പ്രജിന് ഡാൻസ് ചെയ്തിറാണി, പക്ഷെ കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലുണ്ട്, അത് കറക്റ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ കുറച്ച് എനർജി ലെവൽ കമ്മിയായി കുറച്ച് അത് കോൺസെൻട്രേറ്റ് ചെയ്യണം. അത് മാത്രമല്ല സോങ് ഒരു എന്താ പറയാ ഓക്കെ പറയാൻ പറ്റും. Okay. அப்போ ரோமியோ ஜூலியட். மெயின் திங் இந்த சாங்கை வந்து ஜஸ்டிஃபை பண்ணல. திஸ் சாங் வில் பி ரெண்டு பேர் தான். படம் பார்த்துருக்கீங்கல்ல, எஃப் சீன் திஸ் ஃபிலிம். ரெண்டு பேர் தான் செம்ம எனர்ஜெட்டிக்காக ஆடுவாங்க. எனர்ஜி மிஸ் ஆயிடுச்சு. அவங்க சொன்ன மாதிரி ஸ்டைல், அந்த ஃபோக் ஸ்டைலே வரல. எடுத்தது பேட்டர்ன் என்னமோ ஃபோக் தான், பட் ஃபோக் நான் ஆடவே இல்லை. ரெண்டு பேரும் ஒரு സ്റ്റൈലിൽ இருந்தாங்க. അത് മാത്രമല്ല, എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം, നിങ്ങൾ ഈ സ്റ്റേജ് നോക്കിയിട്ടല്ല നിങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ആ സ്റ്റിക്ക് എടുത്തിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ ഇരുന്നെങ്കിൽ കുറച്ചും കൂടെ നിങ്ങളെ രണ്ടുപേരുടെ നേരെ കാണാമായിരുന്നു. മെജോറിറ്റി അങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ചെയ്തത്. അതുപോലെ തന്നെ എക്സ്പ്രഷൻ സ്റ്റാർട്ടിങ് ആ തെന്മൊഴിയൊക്കെ അതൊരു ഒട്ടും എന്തായിട്ട് പറഞ്ഞ പോലെ നമ്മളിപ്പോ ബ്രൈറ്റാ ഇരിക്കണം. എനിക്ക് ഫീൽ ചെയ്ത്, ഞാൻ അബിയുടെ അടുത്ത് പറയാറ്, നമ്മുടെ ഈ ഹിന്ദി സീരിയലൊക്കെ ഉണ്ടല്ലോ, അത് മലയാളത്തിലേക്ക് ഡബ് ചെയ്യും. ശ്രീരാമചന്ദ്ര ചുണ്ടാനകം, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ പാട്ട് വേറെ വഴിക്ക് പോകുന്നുണ്ട്, പ്രജിന്റെ ലിപ്പ് വേറെ രീതിയിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പം ഞാനിത് കറക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഫീമെയിൽ വോയിസ് വന്നപ്പോൾ പ്രജിൻ നന്നായിട്ട് പാടി. അതുപോലെ തന്നെ ബാക്കി ഈ ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ നിങ്ങൾ ഫിനിഷ് ചെയ്തില്ല. ഫസ്റ്റ് വൺ ഓക്കെ. Stretch your hands, Prajin. Stretch your hands. இந்த மாதிரி சாங்ஸ் கிடைக்கும் போது you should stretch your hands, show full energetic ஆடணும். And starting full expression அந்த பக்கம் போயிடுச்சு, எங்களால பார்க்க முடியல. ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ ഇങ്ങോട്ട്, നിങ്ങൾ ഈ സൈഡിലേക്ക് ഈ ഹാൻഡ് മൂവ്മെന്റ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ഇങ്ങനെ ഒരു മൂവ്മെന്റ് ചെയ്യുന്നില്ലേ, അതിൽ ഇതിന്റെ ടെലികാസ്റ്റിംഗ് സമയത്ത് നോക്കിയാൽ ആ സെക്കൻഡ് മൂവ്മെന്റ് പ്രജിന്റെ കൈ രണ്ടു വട്ടം അത് ചെയ്തിട്ടുണ്ട്. ആ കൈ വന്നിട്ടേ ഇല്ല. അപ്പോൾ നമ്മളൊരു കോമ്പറ്റീഷൻ വരുമ്പോൾ നിങ്ങൾ അത്ര ഒരു കെയർഫുള്ളായിട്ട് അത് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ തലയിൽ കെട്ടെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ മുകളിലോട്ട് കെട്ടിയിരുന്നെങ്കിൽ എക്സ്പ്രഷനും കൂടെ കാണാൻ പറ്റും. ഇത് പ്രജിൻ താഴെയാണെന്ന് ഞങ്ങൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ പ്രജിൻ താഴെ നോക്കി തന്നെ കളിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാത്രമേ ഉള്ളൂ കമന്റ്സ്. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശാന്തി മാസ്റ്റർ. പ്രജിൻ മാസ്റ്റർ. ജോൺ പറഞ്ഞു അത് ഒരുപാട് താഴ്ന്നു പോയി, എന്റെ കണ്ണിലെ എക്സ്പ്രഷൻ ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അത് ചുവപ്പ് കുറി ഓടാണ്ടായിരുന്നു, അത് മറന്നുപോയതാ. അപ്പൊ ഞാൻ മെല്ലെ സാധ്യ ഈ തിരുടൻ എനക്ക് തെരിയുണ്ടാ, ഈ കള്ളനാണ്, 1 നമ്പർ കള്ളനാണ്. ഞാൻ പറഞ്ഞിട്ടും നീ അത് കേറ്റാതെ വെച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇതിനുള്ളിൽ എന്തോ ഉണ്ടെന്ന്. ഇപ്പൊ പൊക്കടാ,
നീ ഫസ്റ്റ് നമ്മൾ പറയുമ്പോൾ അനുസരിച്ചില്ല. എട് മേലെ എട്. എൻ്റെ മുഖം അങ്ങനെ കാണാൻ നല്ലതല്ലെന്ന് വെച്ചിട്ടാണോ നീ അത് താഴ്ത്തിയേ? എപ്പോഴും മുടി വെച്ച് ഈ ഏരിയ ഫില്ല് ചെയ്യുന്നത് അല്ലേ? നെറ്റി എന്താ പ്രശ്നം? അത് കുറച്ചും കൂടി മേലെടുക്ക്. നെറ്റി കുറച്ച് കേറിട്ടാ. കേട്ടടാ. അങ്ങനെ പിടി. അത് മുടി അഡ്ജസ്റ്റ് பண்ணாத. ഇമ്മീഡിയറ്റ് കണ്ടാവൻ. ആ മുടിയെല്ലാം കേട്ട് നിന്റെ നെറ്റി നിന്റെ ശരിക്കുള്ള മുഖം എന്താന്ന് നോക്കട്ടെ. മുടി മൊത്തം കേട്ടിട്ട് നിന്റെ ഫുൾ നെറ്റി ഒന്ന് കാണട്ടെ. അഡ്ജസ്റ്റ് ചെയ്യാതരാ ചീക്കൊന്നും. ഇപ്പൊ പ്രജിൻ ഓന് നല്ല സ്റ്റൈൽ ഉണ്ട് കണ്ണാ. ശരിക്കും വെളിച്ചമേ കാണാത്ത ഒരു ഏരിയ ആണ് അത് അല്ലേ? നന്നായിട്ടുണ്ട് മോനു. ചുമ്മാ എന്നെ കളിയാക്കിയതാ കണ്ണാ. നമ്മൾ ഒരു കെട്ട് കെട്ടിയാൽ നമ്മുടെ കണ്ണ് കാണണ്ടേ? നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് കണ്ണ് വഴിയല്ലേ. ഇതിൽ കുറി വെക്കണമെന്ന് മസ്റ്റ് അല്ലല്ലോ. അതല്ലായിരുന്നു കാരണം അല്ലേ? അതും കൂടിയാണ്. അതും കൂടി. അപ്പൊ വേറെ എന്തോ നെറ്റിന്റെയും പിന്നെ കുറിന്റെയും രണ്ടും കൂടി ആയപ്പോ നിന്റെ നെറ്റിക്ക് എന്താ പ്രശ്നം? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഒരു സെൽഫ് കോൺഫിഡന്റ് ഇല്ലായ്മ. അതെയോ? ഇനി നമ്മുടെ പ്രജൻ ഈ സീസൺ ഫുൾ സെൽഫ് കോൺഫിഡൻസ് കൂടിയിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ മോനെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശാന്തി മാസ്റ്റർ. അപ്പൊ നമുക്ക് മാർക്സിലേക്ക് പോകാം. ലൈല മജ്നു 6.5. Okay, thank you Mr. Thank you. Okay, Romeo Juliet 6.5. 6.5. Shanti Master. I'll give you 7.5 on 10. Oh, thank you Mr. Thank you. So 20.5 out of 30. Thank you. നല്ല മാർക്സ് ആണ്. അപ്പോൾ all the best for the next round. Thank you. ഓരോരോ ലിഫ്റ്റും ചാലഞ്ചിങ് ആയിരുന്നു. ഈസി അല്ല. ഇവിടെ നിന്ന് കാണുന്നത് മാതിരി അല്ല. അത് ചെറുതായിട്ട് തെറ്റിയാലും ജഡ്ജ്മെന്റ് പോയാലും യു വിൽ ഫോൾ ഡൗൺ. ഈ പെർഫോമൻസ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കണ്ടിട്ട് ഈ ഒരു ഫയർ അതിൽ അവർക്കും പറഞ്ഞു. ഈ ഒരു ക്വാളിറ്റി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒരു ചാനലിലും അത്ര ഒരു ക്വാളിറ്റി പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. ഉപ്പ് കറുവാട് ഊറ വച്ച സോറ് ഊട്ടി വിട നീ പോതും എനക്ക് മുത്തമിട്ട് നെത്തിയില്ല മാർബുക്ക് മത്തിയില്ല செத்து விட தோணுதடி எனக்கு. Let's dance season 2 ഈ വേദിയിൽ അടുത്തതായി ഒരു ക്യൂട്ട് പെർഫോമൻസ് ആയാലോ? Please welcome Vishal and Gayatri for the melody round. Vishal, Gayatri, both are looking very beautiful. Thank you. Melody round ആണ്. നന്നായിട്ട് ചെയ്യാം. ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് കാഴ്ചവെക്കാം. Thank you. பெண்ணே நான் பூவரைந்தாய் வந்து விரல் சுடும் கண்ணே நான் தீ வரைந்தாய் உயிரெல்லதெல்லாம் உயிர் கொள்ளும் என்றால் உயிருள்ள நானோ என்ன ஆகுவேன்? உயிர் வாங்கிடும் ஓவியம் நீயடி புறப்படும் பெண்ணே நான் பூவரைந்தால் தீ வந்து விரல் சுடும் கண்ணே நான் தீ வரைந்தால்
தீ வரைந்தான். உற்று பார்க்கும் ஆணின் கண்ணில் உள்ளது, ஆண் தொடாத பாகம் தன்னில் உள்ளது. மேகத்தை ஏமாற்றி மண் சேரும் மழை போல மடியோடு விழுந்தாயே வா. பூவாசம் புறப்படும் பெண்ணே நான் பூவரைந்தான். வந்து விரல் சுடும் கண்ணே நான் தீ வரைந்தான். ഗായത്രി, വിശാൽ, ഈ ഹോൾ സെറ്റപ്പ് ഈ പാട്ടും കൂടി ആയപ്പോൾ ഐ ഫെൽ ലൈക്ക് ആലിസ് ഇൻ വണ്ടർലാൻഡ്. കൂടുതൽ കമന്റ്സ് നമുക്ക് ജഡ്ജസിലേക്ക് പോകാം. റോമിയോ ജൂലിയറ്റ്. വിശാൽ, ഗായത്രി, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? കുഴപ്പമില്ലായിരുന്നു. ശരിക്കും ഒരു കളർഫുൾ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ലൈക്ക് കോസ്റ്റ്യൂം, നല്ല സെറ്റ്, ഗുഡ് സോങ് സെലക്ഷൻ, ഓവറോൾ ഒരു ഫിലിമി സോങ് കണ്ട ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സജഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. അവിടെ വന്ന് സ്റ്റാർട്ടിങ് മൂമെന്റ്സ് അത്ര ഒരു ലാസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു കെമിസ്ട്രി ആദ്യം വർക്കൗട്ട് ആയില്ല. എനിക്ക് തോന്നുന്നു ഒത്തിരി ലിപ്സ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ലിപ്സും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ടെൻഷനോ എന്തോ ആദ്യം എനിക്ക് ആ ഒരു കെമിസ്ട്രി ഒരല്പം വീക്കായിരുന്നു. പിന്നെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നല്ല കൊറിയോഗ്രഫി ആയിരുന്നു. പക്ഷേ ആ മരം കുലുക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം മാസ്റ്റർ പറയുന്നുണ്ടായിരുന്നു, ഒരു സംഗതി ചെയ്യാനായിട്ട് അവിടെ പോയി പ്ലാൻ ചെയ്ത് അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ഇവിടെ നിന്ന് അവിടെ പോയി അത് ചെയ്തപ്പോൾ ശരിക്കും അത് പെട്ടെന്ന് അതങ്ങ് കഴിഞ്ഞു പോയി. അത് ഗായത്രി അതിൻ്റെ താഴെ എത്താനും പറ്റിയില്ല. അതിന് പകരം അവിടെ നിന്ന് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ അതിനൊരു ബ്യൂട്ടി ഉണ്ടാകും, ഒരു വിഷ്വൽ ബ്യൂട്ടി. നിങ്ങൾ ഇത്രയും സെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു വിഷ്വൽ ബ്യൂട്ടി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. വാട്ട് അബൌട്ട് അബി? Gayatri and Vishal, good costume, good setup and everything. Gayatri, ஒரு சின்ன அட்வைஸ், இங்கே ஒரு டூயட் சாங் எடுக்கும்போ your expressions are very sharp, make it very pleasant, smiling and love. Song, it depends on the song. So இந்த மாதிரி love songs எடுக்கும்போ you should give pleasant smile and graceful expressions. That's it. But Vishal, both are very good. We felt lift நிறைய ஆயிடுச்சுன்னு we felt. That's it. மற்றபடி you didn't miss anywhere. பார்க்குற வரைக்கும் you didn't miss anywhere. It was very nice, good, improving, good, keep it up. Thank you. Laila Majnu. Hi Vishal and Gayatri. Hi. First of all, ഈ സോങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾ ചൂസ് ചെയ്തുകൊണ്ട് വന്നതിൽ ഒരുപാട് താങ്ക്സ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സോങ് ആണ്. ആ റൊമാൻറ്റിക് ഫീൽ അത് നന്നായിട്ട് രണ്ടുപേരും സ്റ്റേജൊക്കെ നിറയെ യൂട്ടിലൈസ് ചെയ്ത് ഒരുപാട് സ്ഥലത്ത് ആ മരത്തിൽ പോയി പൂവൊക്കെ കുലുക്കുന്നതും അവിടെ നിന്നുള്ള എൻട്രിയും, പിന്നെ എനിക്ക് ഈ ഫ്രണ്ടിൽ ഗായത്രിനെ റോൾ ചെയ്ത് നിർത്തിയ ആ ഒരു ഡ്രസ് ആ ഒരു ലിഫ്റ്റ് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാ ലിഫ്റ്റ്സും ആക്ച്വലി ഈ സോങ്ങിൽ ഒരുപാട് ലിഫ്റ്റ്സ് കൂടിപ്പോയെങ്കിലും കുറേയൊക്കെ നല്ല എന്താ പറയുക ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ലിഫ്റ്റ്സ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഗായത്രിയുടെ ഭാഗത്ത് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ വിശാൽ കുറച്ചുകൂടി എക്സ്പ്രഷൻ സട്ടിലാക്കാൻ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് പാടുന്നുണ്ട്, പിന്നെ ഫേസ് ഡൗൺ ചെയ്യുന്നു, പിന്നെ ആ ലിറിക്സ് വരുമ്പോഴത്തേനും പിന്നെ വേറെ പിന്നെയും ഫേസ് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ നിർത്തി നോക്കുന്നുണ്ട്, പിന്നെയും ഡൗൺ ആവുന്നുണ്ട്. അങ്ങനെ ഒരു സട്ടിലാകുന്നില്ല വിശാലിൻ്റെ എക്സ്പ്രഷനിൽ. പിന്നെ ഗായത്രി ഒന്നും ഓവറാക്കാതെ, സാധാരണ ഞാൻ മറ്റ് ഡാൻസുകളിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഓവറായിട്ട് ഫേസിങ് ഇങ്ങനെ കോണിച്ചിട്ടൊക്കെ ആർട്ടിഫിഷ്യൽ എക്സ്പ്രഷൻസ് ഒക്കെ ഓവറായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ റൊമാൻറ്റിക് സീക്വൻസിൽ വളരെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു സ്റ്റഡി ഫീലായിരുന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുക ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഇങ്ങനെ എന്താ പറയുക ഒരു മൈൽഡായിട്ട് ഒരു എക്സ്പ്രഷൻ ആയിരുന്നു ഗായത്രിയുടെ ഭാഗത്ത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓവറോൾ വാസ് ഗുഡ്. Thank you. Shanti Master.
ബ്യൂട്ടിഫുൾ പെർഫോമൻസ്, വെരി ബ്യൂട്ടിഫുൾ. നല്ല പ്രസന്റേഷൻ കൂടിയിട്ടാണ്. ഒരു മെലോഡി റൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു റൊമാൻറ്റിക്, ഇപ്പോൾ ഒരു ബോയ് ഒരു മെയിൽ ഫീമെയിൽ ജോഡീസ് ആയിട്ട് ഒരു പെയറായിട്ട് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു മെലോഡി റൗണ്ടിന് നമ്മൾ ഒരു റൊമാൻറ്റിക് ഡുവറ്റ് സോങ്ങിനല്ലേ നമ്മൾ സെലക്ട് ചെയ്യാറ്. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത പാട്ട്, അതിനായിട്ട് നിങ്ങൾ കൊണ്ടുവന്ന സെറ്റ് പ്രോപ്പർട്ടി എല്ലാം സൂപ്പറായിരുന്നു. താങ്ക് യു മാസ്റ്റർ. ഒപ്പം തന്നെ നമ്മുടെ LED ടീം നിങ്ങൾക്ക് വേണ്ടി ഫുൾ സെറ്റ് ബാക്ക്ഡ്രോപ്പ് നിറച്ച് പൂക്കളായിരുന്നു. താങ്ക് യു. പിന്നെ ഇതിൽ എനിക്ക് തോന്നിയത് ആ ഷാർപ്പ് ലുക്ക് വരാൻ കാരണം റൊമാൻസിൽ ഒരുപാട് രീതിയിലുള്ള സട്ടിലായിട്ടുള്ള റൊമാൻസ്, കാഷ്വൽ ആയിട്ടുള്ള റൊമാൻസ്, പല രീതിയിലുള്ള റൊമാൻസ്, അതിൽ നിങ്ങൾ കുറച്ച് ഇറോട്ടിക് ആയിട്ടുള്ള ഒരു റൊമാൻസ് ആണ് കാണിച്ചതായിട്ട് എനിക്ക് തോന്നി. എന്നുവെച്ചാൽ അങ്ങനെ ഒരു പുല്ലിങ്, ലിഫ്റ്റിങ്, ഫാളിങ് ഡൗൺ, ടേക്കിംഗ് അപ്പ് ആൻഡ് ഓൾ. സാധാരണ നമ്മൾ അല്ലെങ്കിൽ റൊമാൻസിന് വെച്ചാൽ നമ്മൾ അടുത്തടുത്തിരുന്നത് ഓരോരോ ആൾ നോക്കി പാടിയാൽ മതിയായിരുന്നു. പക്ഷെ നിങ്ങൾ വേറെ ഒരു ഫോമാണത്, കണ്ടംപററി മിക്സ്ഡ്, കുറച്ച് എറോട്ടിക് ആയിട്ട്. അത് നല്ല ഒരു സ്റ്റൈലായിരുന്നു. ഓരോരോ ലിഫ്റ്റും ചാലഞ്ചിങ് ആയിരുന്നു, ഈസി അല്ല. ഇവിടെ നിന്ന് കാണുന്നത് മാതിരി അല്ല. അത് ചെറുതായിട്ട് തെറ്റിയാലും ജഡ്ജ്മെന്റ് പോയാലും യു വിൽ ഫോൾ ഡൗൺ. റിസ്കി ആയിരുന്നു ശരിക്കും. ഓരോ ലിഫ്റ്റും അതിൻ്റെ പൊസിഷനിങ് അക്യൂറേറ്റ് ജഡ്ജ്മെന്റ് ആണ് ഗായത്രിയുടെ. ആൻഡ് താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ഓഫ് വിശാൽ. ഐ ലൈക്ഡ് യുവർ പെർഫോമൻസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇന്ന് നിങ്ങളുടെ പെർഫോമൻസ്. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ ശരിക്കും തുടങ്ങിയിട്ടുണ്ട് അല്ലേ? കീപ് ഗോയിങ്. ഗോഡ് ബ്ലെസ് യു ബോത്ത്. താങ്ക് യു മാസ്റ്റർ. അപ്പോൾ കോമ്പറ്റീഷൻ നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലെ നമുക്ക് മാർക്സും നോക്കാം. ലൈല മജ്നു 8.5. 8.5. Romeo Juliet 8 on 10. 8 on 10. Shanti Master I'll give you 9 on 10. 9 on 10. 25.5 out of 30. Good marks അല്ലേ? അപ്പോൾ you guys have proved dance അല്ലാതെ presentation is also very important. അപ്പോൾ all the best for the next round. Thank you. വേറൊരു കാര്യമുണ്ട്. Yes ma'am. അവർ രണ്ടുപേരും ഇൻവോൾവ്ഡ് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ ഇടയ്ക്ക് കുറച്ച് കൂടി പോയിട്ടേ ഞങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് അങ്ങനെ അതെല്ലാം കൂടി വരുന്നുണ്ട്. കുറച്ച് ഓവർ ഇൻവോൾവ്മെന്റ് വേണ്ട. അത് പെർഫോമൻസിനുള്ള ഒരു രീതിക്ക് ഒരു ലിമിറ്റേഷൻ വേണം. ഓക്കെ താങ്ക് യു ഷാന്തി മാസ്റ്റർ. അപ്പൊ ഓവർ ഇൻവോൾവ്മെന്റ് പറ്റില്ല. ഇന്ററാക്ഷൻ കുറവാന്ന് പറഞ്ഞത് അതാണ് they take seriously you know comments. ഇതിനാണ് പറയുന്നത് ഒന്നില് കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്തെന്ന് പറയുമ്പോൾ ഈ ഭാഗത്തായിട്ട് വരും അല്ലേ? Okay, thank you so much. Thank you. ഈ പെർഫോമൻസ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കണ്ടിട്ട് ഈ ഒരു ഫയർ അതിൽ അവർക്കും വരണം. ഈ ഒരു ക്വാളിറ്റി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒരു ചാനലിലും അത്ര ഒരു ക്വാളിറ്റി പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് ഒരു കൊറിയോഗ്രാഫി മാത്രമല്ല, അതിനായിട്ടുള്ള പ്രോപ്പർട്ടീസ്, ഒരാൾ അവിടെ നിന്ന് പൂക്കൾ എറിയുന്നു, ആ ഒരു വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന പ്രോപ്പർട്ടീസ് എല്ലാം. താങ്ക് യു സോ മച്ച്. உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடியன். നമ്മുടെ അടുത്ത റൗണ്ട് ഫെസ്റ്റിവൽ റൗണ്ട് ആണ്. ഡാൻസിലൂടെ ഈ വേദി തകർക്കാൻ വേണ്ടി എത്തുന്നു ജാക്കി ആൻഡ് ശ്രീകാന്ത്. ജാക്കി ശ്രീകാന്ത് ഫെസ്റ്റിവൽ റൗണ്ട് ആണ്. ഏത് ഫെസ്റ്റിവൽ? ഗണേശോത്സവ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Shri Ganesha Deva 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 Shri Ganesha
अपनी तकदीर का वो खुद सिकंदर हुआ रे, भूल के ये जहां रे, किसकी सीने यहाँ रे, साथ पाया तेरा हे देवा श्री गणेश 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 देवा श्री गणेश. പെർഫോമൻസ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കണ്ടിട്ട് ഈ ഒരു ഫയർ അതിൽ അവർക്കും പറഞ്ഞു. ഈ ഒരു ക്വാളിറ്റി പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഇത് വേറെ ഒരു ചാനലിലോ അത്ര ഒരു ക്വാളിറ്റി പെർഫോമൻസ് ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് ഒരു കൊറിയോഗ്രാഫി മാത്രമല്ല, അതിനായിട്ടുള്ള പ്രോപ്പർട്ടീസ്, ഒരാൾ അവിടെ നിന്ന് പൂക്കൾ എറിയുന്നു, ആ ഒരു വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന പ്രോപ്പർട്ടീസ് എല്ലാം. താങ്ക് യു സോ മച്ച്. உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு, முத்தமட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி எனக்கு. Jackie Srikanth. Thank you. Awesome! What a power-packed performance, audience! Once more, Ganpati Bappa! Moria! Pursha Varchi! Moria! Thank you. Okay, now നമുക്ക് comments-ലേക്ക് പോകാം. Okay, Laila Majnu. എക്സലന്റ്, ഫാന്റാസ്റ്റിക്, സൂപ്പർ. Thank you. എന്താ പറയാ, കൊറിയോഗ്രാഫർ ആരാണ്? കൊറിയോഗ്രാഫർ രതീഷ് ഷാജു. രതീഷ് ആൻഡ് ഷാജു. വെരി 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 വെൽ ഡിഫൈൻഡ് കൊറിയോഗ്രാഫിയാണ്. ബിക്കോസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് പക്ക. എന്താ അറിയോ, ഒരു രണ്ടും മാത്രം ചെറിയ മിസ്റ്റേക്ക് ചെയ്തോളൂ, അതർവൈസ് എക്സലന്റ്. ഗ്രൂപ്പ് ഒരു സ്റ്റേജ് ചെയ്യുമ്പോൾ ആ എനർജി, ആ ഫയർ നിങ്ങൾ ചെയ്യണം. അതിനെ നിങ്ങൾ ചെയ്ത് കാണിച്ചില്ലേ ഗ്രൂപ്പ്. വെരി വെരി ഗുഡ്. യു റോക്ക്, റിയലി റോക്ക്. ഒരു രണ്ട് ആൾക്കാർ നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ചെയ്യുമ്പോൾ അതിന് വേറെ ഒരു ഡയമെൻഷൻ ഉണ്ടാവും. ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. കമന്റ്സ് ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സ്മോൾ മിസ്റ്റേക്സ്, അത് ജാക്കി അവിടെ മിസ്സായി. ബട്ട് ഇറ്റ് ഡസന്റ് മാറ്റർ. അത്രയും പവർഫുൾ ആയിട്ട് ഫുൾ എനർജി ഉണ്ടായിരുന്നു. ഫുൾ ഇറ്റ് വാസ് ലൈക്ക് എന്താ പറയുക, ഒരു വെരി സാമിക്കിന് പണുന്ന ഒരു വെരി അത് നിങ്ങളുടെ കണ്ടു ഞാൻ. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. Thank you, Romeo Juliet. Jackie Srikanth. Super performance. No words. ഒരു എന്താ പറയുന്നത്, ഒരു ജാക്കി ശ്രീകാന്ത് മാത്രമല്ല ഇതിൽ മത്സരിക്കുന്നത്. ഈ ഒരു ഗ്രൂപ്പിന്റെ ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന ആള് പോലും മത്സരിക്കുന്നുണ്ട്. ഈ ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടി അത്ര ആ ഒരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പിൽ എല്ലാവർക്കും ആ ഒരു ഫയർ ഉണ്ടായിരുന്നു. എൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പെർഫോമൻസ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് കണ്ടിട്ട് ഈ ഒരു ഫയർ അതിൽ അവർക്കും പറഞ്ഞു. സൂപ്പർ. ഓൾ ദി ബെസ്റ്റ്. Awesome! Shanti Master. ജാക്കി ആൻഡ് ശ്രീകാന്ത്, വാട്ട് ടാലന്റഡ് ഡാൻസസ് ആണല്ലേ നിങ്ങൾ രണ്ടുപേരും. അരവിന്ദർ പറഞ്ഞ പോലെ തന്നെ വെറി പിടിച്ച ഡാൻസിങ് ആയിരുന്നു. സത്യത്തിൽ ഇവിടെ ഒരു കടൽ, ഒരു സമുദ്രം കണ്ട പോലെ തന്നെയായിരുന്നു. അതിൽ കൊണ്ട് നമ്മൾ ഈ വിഗ്രഹം ഇടുന്നതൊക്കെ അമേസിങ്. പിന്നെ ആ വിഗ്രഹം പിടിച്ച പയ്യൻ, ഇപ്പൊ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഗണപതി ഇടുമ്പോൾ ഒരു അണക്കം ഉണ്ടാവുമല്ലോ, ആ അണക്കം കൂടി കാണിച്ചു. അത്
ആരാ അത്? കുറച്ച് ഫ്രണ്ടിലൊന്ന് ആര്? വാ ദാ ഗണപതി എടുത്തുന്നോ. എനിക്ക് ഈ പെർഫോമൻസ് കണ്ടിട്ട് ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് നമ്മൾ പറയാതിരിക്കൂല, പറയും. പക്ഷേ ഫസ്റ്റ് നല്ലത് പറയാം. കൊറിയോഗ്രാഫർ, പിന്നെ നിങ്ങളുടെ മൊത്ത ടീം, അവരെല്ലാം കൂടി സ്റ്റേജിൽ കൊണ്ടുപോയി. ഇല്ല, താങ്ക്സ് ടു ദിസ് ഹോൾ ടീം. എന്താണെന്നറിയോ, ഒരു റൗണ്ട് ഇത്രയും ഗംഭീരമാവാൻ വേണ്ടിയിട്ടും അത് നന്നാവാൻ വേണ്ടിയിട്ടും എത്ര പേരാണ് ഇതിൻ്റെ പുറകെ ഉള്ളത്. ജസ്റ്റ് ഒരു കൊറിയോഗ്രാഫി മാത്രമല്ല, അതിനായിട്ടുള്ള പ്രോപ്പർട്ടീസ്, ഒരാൾ അവിടെ നിന്ന് പൂക്കൾ എറിയുന്നു, ആ ഒരു വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുവന്ന പ്രോപ്പർട്ടീസ് എല്ലാം. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ നല്ലതെല്ലാം നമ്മൾ പറഞ്ഞു. ഇതിലെന്താ പ്രശ്നം ഞാൻ പറയുന്നില്ല, ജാക്കി പറയും. എനിക്കത് പറയാൻ സങ്കടമുണ്ട്. എന്താണെന്നറിയോ, ഒരു കോമ്പറ്റീഷൻ വെച്ച് നോക്കുമ്പോൾ ഇതിൽ ചെറിയ ഫ്ലോസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഫ്ലോസ് എനിക്ക് മേജറായിട്ട് തോന്നാത്ത കാരണം കമ്പാരിറ്റീവ്ലി നിങ്ങൾ രണ്ടുപേരും, അതായത് ഉയരെ കൊടുത്ത് ഡാൻസ് ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ജീവൻ മറിച്ചിട്ട് ഡാൻസ് ചെയ്യുന്ന ഡാൻസസാണ് നിങ്ങൾ രണ്ടുപേരും. നമ്മൾ ഓരോരോ പെർഫോമൻസ് കണ്ടിട്ട് അതിലുള്ള കുറ്റങ്ങൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു, ഇന്നതായിരുന്നു പ്രശ്നം എടുത്ത് പറയുമ്പോൾ ഇവിടെ ഒരു ജഡ്ജായിരിക്കും. പക്ഷെ നിങ്ങളത് തെറ്റിച്ചപ്പോൾ, മറന്നപ്പോൾ, കോർഡിനേഷൻ മിസ്സായപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ഇത് എടുത്ത് പറയുന്നത് ഇത് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് മാത്രം. അതർവൈസ് ദിസ് ടീം ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ഓക്കെ, അപ്പോൾ മാർക്സിലേക്ക് പോകാം. ലൈല മജ്നു 9 on 10. 9 on 10. Okay. Romeo Juliet 9.5. 9.5. Okay. Shanti Master 9.5 on 10. 9.5. About 28 out of 30. That's a cool marks, man. Okay. അപ്പം all the best team. Thank you so much for coming here. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ടാണ്. ജാക്കിയും ശ്രീകാന്ത് is like scoring top marks. അല്ലേ? അപ്പോൾ thank you so much. Thank you Jackie. Thank you Shrikant. ഇന്നത്തെ എപ്പിസോഡ് ഗംഭീരമായിരുന്നു. ഫോക്ക്, ഫെസ്റ്റിവൽ റൗണ്ട് ആൻഡ് മെലഡി റൗണ്ട് എല്ലാം ഇറ്റ്സ് ലൈക്ക് അപ് ടു ദ മാർക്ക്. നമുക്ക് നോക്കാം ഇന്നത്തെ ബെസ്റ്റ് പെയർ ആണോ, ബെസ്റ്റ് കൊറിയോഗ്രാഫി ആണോ, അതോ ബെസ്റ്റ് പ്രസന്റേഷൻ ആണോ? ശാന്തി മാസ്റ്റർ, നമുക്ക് ഫസ്റ്റ് ആദ്യം എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിക്കാം. Yes, all the contestants please come up on stage. Shanti Master, all the contestants are here. Today വളരെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ഫെസ്റ്റിവൽ റൗണ്ട് ചെയ്ത ജാക്കിയുടെയും ശ്രീകാന്തിൻ്റെയും. ഒരുപാട് കാറ്റഗറീസ്, പ്രസന്റേഷൻ, ബെസ്റ്റ് കൊറിയോഗ്രാഫി. പക്ഷേ അവർക്ക് ആ കാറ്റഗറിയിലുള്ള അവാർഡ് ഒരു നല്ല കയ്യടി വേണ്ടേ? പ്രജിൻ ബെസ്റ്റ് ജോഡി വേറെ ടീമിനാണ്. ബെസ്റ്റ് ജോഡി ഇന്ന് എനിക്ക് തോന്നിയത് ഗായത്രി ആൻഡ് വിശാലായിരിക്കും ബെസ്റ്റ് ജോഡി. സോ അങ്ങനെ 3 കാറ്റഗറി നമുക്ക് 2 ജോഡിക്ക് പിരിച്ചു കൊടുത്തു അല്ലേ? സോ ജാക്കി, ശ്രീകാന്ത്, നിങ്ങൾ 2 കാറ്റഗറി കൊണ്ടുപോകുന്നു, ബെസ്റ്റ് പ്രസന്റേഷൻ ആൻഡ് ബെസ്റ്റ് കൊറിയോഗ്രാഫി അവാർഡ് ഫോർ ദ ഡേ. ആൻഡ് യു ബോത്ത് ടേക്ക് ദ ബെസ്റ്റ് ജോഡി ഓഫ് ദ ഡേ. പിന്നെ ഒരു കാറ്റഗറിയും കൂടി ഉണ്ട്, അതായത് എല്ലാത്തിനും നല്ല മനസ്സുകൊണ്ട് ഞാൻ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് നല്ല മനസ്സുകൊണ്ട് തുറന്ന് അത് സമ്മതിക്കുന്ന ഏറ്റെടുക്കുന്ന ഒരാളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അങ്ങനെ ഒരാളെ വെച്ച് നോക്കുമ്പോൾ പ്രജിൻ ഇസ് വെരി വെരി ജെനുവൻ ആൻഡ് ഓണസ്റ്റ്, ട്രൂ ഫ്രം ഹാർട്ട്. യെസ്, പറഞ്ഞു എനിക്ക് ആ മുടി മാറ്റി വെക്കാൻ പറ്റില്ല, എനിക്ക് അത് മുടി കയറ്റി വെച്ചാൽ കോൺഫിഡൻസ് കുറയും. ഇതൊക്കെ ആരും പറയില്ല കണ്ണാ. ഇങ്ങനെ സത്യം തുറന്ന് പറഞ്ഞതുകൊണ്ട് സത്യവാൻ എന്ന ഒരു അവാർഡ് നിനക്ക്. ബെസ്റ്റ് സത്യവാൻ ഓഫ് ദ ഡേ. ഓക്കെ, wishing all the contestants all good luck for your future rounds. Thank you Shanti Master. അപ്പോൾ congratulations, 3 പേഴ്സിനും ഒരു ഡിഫറെന്റ് കാറ്റഗറി ആണ് കിട്ടിയത്. അപ്പോൾ അടുത്ത റൗണ്ടും ഇനി നല്ല നല്ല പെർഫോമൻസസുമായി അടുത്ത റൗണ്ടിലേക്ക് വരിക. ഇതിലെ ബോണസ് പോയിന്റ്സ് 2 ടീമിന് മാത്രമേ ഉള്ളൂ. ജാക്കി, ശ്രീകാന്ത്, ഗായത്രി, വിശാൽ.
നിനക്ക് ബോണസ് ഒന്നുമില്ല കണ്ണാ. ഇത്രയും ഒരു എല്ലാ പ്രേക്ഷകരുടെ മുന്നിലും ഇങ്ങനെ നിനക്ക് വേണ്ടി ഒരു ടൈറ്റിൽ കൊടുത്തതല്ലേ, അതാണ് നിനക്കുള്ള അവാർഡ്. ഓക്കെ, താങ്ക് യു ശാന്തി മാസ്റ്റർ. അപ്പൊ അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം നല്ല നല്ല പെർഫോമൻസസുമായി. Till then, this is all of us signing off from Let's Dance Season 2. உப்பு கருவாடு ஊற வச்ச சோறு, உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி எனக்கு. உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி. എനർജി പാക്ക് പെർഫോമൻസുമായി അടുത്ത ദിവസം വീണ്ടും കാണാം ഒരു പുതിയ എപ്പിസോഡുമായി. Till then, this is me, Sija Rose, signing off from Let's Dance Season 2. സാൻഡ്ര കാല് മാറ്റണം, മധു വിടാൻ പാടില്ല. ട്രൈ സാൻഡ്ര. ആ പിടിച്ച് വെക്കടാ, വെയ്. അവർ വേക്കന്റ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അപ്പൊ തന്നെ ചോദിച്ചറിഞ്ഞിട്ട് വേണം ഇങ്ങനെ സ്വപ്നത്തിലേക്ക് പോവാൻ. മനസ്സിലായോ മോനു? മനസ്സിലായി. അല്ലെങ്കിൽ കിളി മാത്രമല്ല, എല്ലാമേ പോവും. छुपा है वो यही कहीं पे आज गरबे की रात में, अरे ढूंढो ढूंढो रे शर्मा रहा है वो, कुछ तो बात है जो आया वो. ഇതില് അധികം ആളെണ്ണമൊന്നും കൂട്ടാതെ 2 പേര് വീതം മാത്രമേ നിങ്ങൾ കൊണ്ടുവന്നുള്ളൂ. പക്ഷെ ഒരു 10-20 പേര് നിന്ന് കളിക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. मौका है